പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ റിഗ്രഷൻ ആൻഡ് എസ്റ്റിമേഷൻ പ്രൊസീജിയർ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയേഴ്സ് OLS. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്നാൽ OLS. വാട്ട് ഈസ് റിഗ്രഷൻ? അത് നമ്മൾ എന്താണ് റിഗ്രഷൻ എന്ന് മനസ്സിലാക്കാം. റിഗ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മീൻസ് ദ എസ്റ്റിമേഷൻ ഓർ പ്രഡിക്ഷൻ. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ്, പ്രഡിക്ഷൻ ചെയ്യണം ഓഫ് ദ അൺനോൺ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫ്രം ദ നോൺ വാല്യൂ ഓഫ് ദ അതർ വേരിയബിൾ. നമുക്ക് അറിയുന്ന വേരിയബിളിൽ നിന്ന് അറിയാത്തൊരു വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റിലേഷൻഷിപ്പുള്ള രണ്ട് വേരിയബിൾ, അതായത് നമുക്ക് അറിയുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അറിയാം, അതിൽ നിന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ നിന്നും ഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ് റിഗ്രഷനിൽ ചെയ്യുന്നത്. ഇനി ലീനിയർ റിഗ്രഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ്ഡ് ഫോർ മോഡലിംഗ് റിലേഷൻ ബിറ്റ്വീൻ ഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഡിപെൻഡൻറ്റ് വേരിയബിളും ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു മോഡലിംഗ് ആണ്. ഈ റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ഈ റിലേഷൻഷിപ്പ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ദ റിലേഷൻഷിപ്പ് ഈസ് അസ്യൂംഡ് ടു ബി ലീനിയർ, മീനിങ് ദാറ്റ് എ ചേഞ്ച് ഇൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ചേഞ്ച് ഇൻ ദ ഡിപെൻഡൻറ്റ് വേരിയബിൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലുള്ള മാറ്റത്തിനനുസരിച്ച് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും ഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടായിരിക്കാം. ഇതിനെ നമ്മളെന്ത് പറയാം? ലൈൻ ഓഫ് ലീനിയർ റിഗ്രഷൻ എന്ന് നമ്മൾ പറയുക. ഇനി ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. വെൻ ദ ഗിവൺ ബൈവേരിയഡ് ഡാറ്റ ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ്. ബൈവേരിയഡ് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ട് വേരിയബിളുള്ള ഡാറ്റ നമ്മൾ പ്ലോട്ട് ചെയ്യാണ്, നമുക്കൊരു സ്കാറ്റർ ഡയഗ്രം കിട്ടും. ഇഫ് ദ പോയിന്റ് ഓഫ് ദ സ്കാറ്റർ ഡയഗ്രം കോൺസെൻട്രേറ്റ് അറൗണ്ട് എ സ്ട്രൈറ്റ് ലൈൻ, ദാറ്റ് ലൈൻ ഈസ് കാൾഡ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. നമുക്ക് ഉള്ള രണ്ട് വേരിയബിളിൻ്റെ ഡാറ്റ നമ്മൾ പ്ലോട്ട് ചെയ്യണം. ഇങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അതൊരു സ്ട്രൈറ്റ് ലൈന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയും. നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഒന്ന് ഇവിടെ ഇത് സ്ട്രൈറ്റ് ലൈൻ അല്ലേ കാരണം, എന്നാൽ ഇവിടെ നോക്കുക, ഇങ്ങനെ ഈ സ്ട്രൈറ്റ് ലൈനോട് പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ ഇതാണെങ്കിൽ അതിനെ നമ്മൾ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് നമ്മൾ പറയും. ദാറ്റ് ഈസ് ദ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ദാറ്റ് ലൈൻ വിച്ച് ഈസ് ക്ലോസർ ടു ദ പോയിന്റ് ഓഫ് ദ സ്കാറ്റർ ഡയഗ്രം. സ്കാറ്റർ ഡയഗ്രത്തിന് ക്ലോസർ ആയിട്ടായിരിക്കും അത് പോവുക. ഈ ലൈനെ നമ്മൾ പറയുന്ന പേരാണ് ദ റിഗ്രഷൻ ലൈൻ. സോ എ റിഗ്രഷൻ ലൈൻ ഈസ് എ ഗ്രാഫിക്കൽ ടെക്നിക് ടു ഷോ ദ ഫംഗ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ ഡിപെൻഡൻറ്റ് ആൻഡ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഡിപെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ഒരു ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് പറയുന്ന ഒരു ഗ്രാഫിക് ടെക്നിക്കാണ് എന്ത്? റിഗ്രഷൻ ലൈൻ. ഇറ്റ് ഷോസ് ആവറേജ് റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾ. ഇത് ഷോ ചെയ്യുന്നത് ഈ രണ്ട് വേരിയബിൾ തമ്മിലുള്ള ഒരു ആവറേജ് റിലേഷൻഷിപ്പാണ് ഇത് ഷോ ചെയ്യുന്നത്. ദ മെത്തേഡ് ഓഫ് ഡ്രോയിങ് റിഗ്രഷൻ ലൈൻ. റിഗ്രഷൻ ലൈന് ഡ്രോ ചെയ്യുന്ന മെത്തേഡാണ് ഒന്ന് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്, രണ്ടാമത്തെ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ഈസ് മെത്തേഡ് ഓഫ് ഡ്രോയിങ് റിഗ്രഷൻ ലൈൻ ബൈ അപ്ലൈങ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ റിഗ്രഷൻ ലൈന് ഡ്രോ ചെയ്യുന്ന മെത്തേഡാണ്. അത് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് അപ്ലൈ ചെയ്യുക. The principle of least squares is that principle which states that the line of best fit should be drawn in such a manner that the sum of the squares of difference between the known values of the dependent variable and the corresponding values of it obtained from the line of best fit should be the least. എന്ന് പറയാം. പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് പ്രകാരം പ്രിൻസിപ്പിൾ പറയുന്നത് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് നമ്മൾ ഡ്രോൺ ചെയ്യേണ്ടത് ഒരു പ്രത്യേക പ്രിൻസിപ്പിൾ ഉണ്ട്. അതെന്ന് പറയുന്നത് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ നോൺ വാല്യൂസ് ഓഫ് ദ ഡിപെൻഡൻറ്റ് വേരിയബിൾ. ഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ നോൺ വാല്യൂസിൻ്റെ നോൺ വാല്യൂസും അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് ഇറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ലൈനിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത വാല്യൂ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഷുഡ് ബി ദ ലീസ്റ്റ് സ്ക്വയേഴ്സ് ആണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ y0 മൈനസ് y ഹോൾ സ്ക്വയർ ഈസ് മിനിമത്തിൽ ആയിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ആ ഡിഫറൻസ് ഇതെന്തായിരിക്കണം? d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ ഇങ്ങനെയുള്ള ആ ഡിഫറൻസ് എന്തായിരിക്കണം? മിനിമത്തിൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് തന്ന വാല്യൂസ് ഉണ്ടാവും, നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത വാല്യൂസ് ഉണ്ടാവും. സിഗ്മ y0 മൈനസ് y ഷുഡ് ബി ദ ലീസ്റ്റ് വേർ y0 സ്റ്റാൻഡ് ഫോർ നോൺ. y0 എന്ന് പറയുന്നത് നോൺ വാല്യൂസ് ആണ്. വാല്യൂസ് ഓഫ് ദ ഡിപെൻഡൻറ്റ് വേരിയബിൾ നമുക്ക് അറിയുന്ന ഡിപെൻഡൻറ്റ് വേരിയബിൾ നമുക്ക് അറിയുന്ന തന്നിരിക്കുന്ന വാല്യൂ ആണ്. നമുക്ക് ഡിപെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തന്നിട്ടുണ്ട്. അതിൽ ഡിപെൻഡൻറ്റ് വേരിയബിളിൽ തന്നിരിക്കുന്ന വാല്യൂ ആണ് ഇത് y0 എന്ന് പറയുന്നത്. y സ്റ്റാൻഡ് ഫോർ ദ കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് ഡിപെൻഡൻറ്റ് വേരിയബിൾ. y എന്ന് സ്റ്റാൻഡ് ചെയ്യുന്നതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപെൻഡൻറ്റ് വേരിയബിൾ ഒബ്റ്റെയിൻ ഫ്രം ദ ലൈനിൽ നിന്ന് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. നമുക്ക് തന്നൊരു വാല്യൂ ഉണ്ടാവും, ലൈനിൽ നിന്ന് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത വാല്യൂ ഉണ്ടാവും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് സിഗ്മ, അതിൻ്റെ ടോട്ടലാണ് സിഗ്മ y0 മൈനസ് y എന്ന് പറയുന്നത്. സിഗ്മ y0 മൈനസ് y ഹോൾ സ്ക്വയർ എന്തായിരിക്കണം? മിനിമം എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക, നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത വാല്യൂ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ആണ്. ഇവിടെ ഈ ലൈന് നമ്മൾ ഈ ഇതിൽ നോക്കുക, ഓരോ ഡോട്ട് ഇതിലൂടെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വഹിച്ച നമ്മൾ സ്കാറ്റർ ഡയഗ്രത്തിലെ പോയിന്റുകളാണ്. ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഗിവൺ y വാല്യൂസ് ആൻഡ് y വാല്യൂസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ആർ റെസ്പെക്റ്റ്ലി d1 d2 d3 പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് തന്ന വാല്യൂസ്, ഇതാണ് നമ്മൾ പ്ലോട്ട് ചെയ്തത്. ഓക്കെ, അതിന് സമാനമായിട്ട് നമ്മൾ വരച്ച ലൈനാണ്. ഈ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? തന്നിരിക്കുന്ന വാല്യൂ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത വാല്യൂസും തമ്മിലുള്ള വ്യത്യാസമാണ് d1 d2 ഒക്കെ.
Therefore, the principle of least square നമ്മൾ സ്റ്റേറ്റ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ബി ഡ്രോൺ സച്ച് ദാറ്റ് d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ പ്ലസ് d3 സ്ക്വയർ പ്ലസ് ഈസ് മിനിമം. അതെന്തായിരിക്കണം, അതിൻ്റെ ടോട്ടൽ എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. ഓക്കെ, ഇത് നമ്മൾ ഒപ്റ്റെയിൻ ചെയ്ത വാല്യൂ നമ്മൾ കറസ്പോണ്ടിങ് നമ്മൾ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് വരച്ചതിന് ശേഷമുള്ള അത് തമ്മിലുള്ള വ്യത്യാസമാണ് d1 d2. അതിൻ്റെ സ്ക്വയറിൻ്റെ ടോട്ടൽ എന്തായിരിക്കണം, മിനിമത്തിൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദർ ആർ ടു ലൈൻസ് ഓഫ് റിഗ്രഷന് രണ്ട് റിഗ്രഷൻ ലൈൻ ഉണ്ട്. എന്തുകൊണ്ട് എന്നും while the estimating or predicting the values of y for any given values of x, we take y as a dependent variable and x is an independent variable, then we get line of regression of y on x. നമുക്ക് രണ്ട് വാല്യൂ തന്നിട്ടുണ്ട്, y-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, x-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്, y-ന്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാണ്, x-ന്റെ വാല്യൂ ഇതിൻ്റെ നമുക്ക് 1 2 3 ഇത് 2 3 5 6. ഇനി എക്സ് വാല്യൂസ് 5 ആയി കഴിഞ്ഞാൽ വൈൻ്റെ വാല്യൂ എത്ര, ഇതിനൊക്കെ കറസ്പോണ്ടിങ് ഇതാണ്. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ്, ഇവിടെ വൈ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് നോൺ വാല്യൂവിൽ നിന്ന് നമുക്ക് അറിയാത്ത ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് വൈ എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനെ നമ്മൾ പറയാം റിഗ്രഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറയും. വൈ ഓൺ എക്സ് എന്ന് പറയും വൈ ആസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എക്സ് ഇസ് എ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഹിയർ വി പ്രെഡിക്റ്റ് ദ വാല്യൂ ഓഫ് വൈ ഫോർ എനി ഗിവൺ വാല്യൂസ് ഓഫ് എക്സ്. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ഇവിടെ 6 തന്ന്, ഇവിടെ 4, ഇവിടെ 8 തന്നിട്ടുണ്ട്. വൈൻ്റെ വാല്യൂ 8 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? ആ സമയത്ത് നമ്മൾ പ്രെഡിക്റ്റ് ദ ഫോർ എനി ഗിവൺ വാല്യൂസ് ഓഫ് എക്സ് വെൻ യൂസ് ദ റിഗ്രഷൻ ഓഫ് എക്സ് ഓൺ വൈ. അതിന് നമ്മൾ എക്സ് ഓൺ വൈ ആണ് എടുക്കുന്നത്. എക്സ് ഇസ് എ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, വൈ ഇസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും ആ സമയത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, ഒന്ന് വൈ ഓൺ എക്സ്, മറ്റൊന്ന് എക്സ് ഓൺ വൈ. വൈ ഓൺ എക്സിൽ വൈ ഡിപെൻഡൻറ്റ് വേരിയബിൾ, എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും. എക്സ് ഓൺ വൈയിൽ എക്സ് ഡിപെൻഡൻറ്റ് വേരിയബിൾ, വൈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. റിഗ്രഷൻ ഇക്വേഷൻ ആർ ദ ഇക്വേഷൻ ഓഫ് ദ റിഗ്രഷൻ ലൈൻ. റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് റിഗ്രഷൻ ലൈനിൻ്റെ ഇക്വേഷൻ ആണ്. റിഗ്രഷൻ ഇക്വേഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ഡിപെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ റിലേഷനാണ്, ഡിപെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷനാണ് എന്ത് റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓരോ റിഗ്രഷൻ ലൈനും ഓരോ ഇക്വേഷൻ ഉണ്ട്. സോ ദർ ആർ two regression lines, so therefore there are two equation. One is regression equation of y on x, second one is regression equation of x on y. നമ്മൾ രണ്ട് ഇക്വേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. അതിൻ്റെ ഡെറിവേഷൻ ഓഫ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് വെൻ ദ റിലേഷൻ ഈസ് ലീനിയർ. റിലേഷൻ ലീനിയർ ആവുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to a plus bx. ദിസ് is ഇക്വേഷൻ ഓഫ് ദ റിഗ്രഷൻ ലൈൻ ഓൺ വൈ ഓൺ എക്സ്. വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷനാണ്. എങ്ങനെയാണ് y is equal to a plus bx അത് ആവുന്നതെന്ന് ഞാൻ പറയാം. നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കൺസംഷൻ ഫംഗ്ഷൻ c is equal to a plus by എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിട്ട് ഇക്വേഷൻ, ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിന് പകരം ഇത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് c on y ആണ്, പക്ഷേ ഇവിടെ തന്നത് y on x ആണ്. ഇവിടെ ഇതിൽ a എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ ഇൻ്റർസെപ്റ്റ് ആണ്, ബി എന്ന് പറയുന്ന സ്ലോപ്പ് MPC ആണ് നമ്മൾ കൺസംഷൻ ഫംഗ്ഷനിൽ പഠിച്ചത്. അതുപോലെ തന്നെയാണ് ഈ ഇക്വേഷനിൽ വരുന്നത്. ഇതായിരിക്കും റിഗ്രഷൻ്റെ ലൈന്, ഇതിൻ്റെ സ്ലോപ്പ് ആയിരിക്കും ബി, ഇതിൻ്റെ ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻ്റർസെപ്റ്റ് ടേം ആയിരിക്കും എ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മളെ ഇക്വേഷൻ ഉള്ളത്. ടു ഫൈൻഡ് ദ ബെസ്റ്റ് വാല്യൂ ഓഫ് എ ആൻഡ് ബി അപ്ലൈ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ്. നമുക്ക് ആ ഇക്വേഷനിൽ നമ്മൾ കൺസംഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ എൻ്റെ വാല്യൂ ബിൻ്റെ വാല്യൂ നമ്മൾ കാണാം. അതുപോലെ തന്നെ ഇതിൽ എൻ്റെയും ബിൻ്റെയും വാല്യൂ കാണും. അതിലെ ബെസ്റ്റ് വാല്യൂ എയും ബിയും നമ്മൾ കണ്ടുപിടിക്കാൻ അപ്ലൈ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ്. അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ് എ ആൻഡ് ബി ഷുഡ് ബി സോ ചൂസൻ സിഗ്മ വൈ മൈനസ് എ പ്ലസ് ബി എക്സ് സ്ക്വയർ. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു വൈ മിനിമത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം, നമുക്ക് തന്ന ഗിവൺ വാല്യൂ നമ്മൾ ഒബ്റ്റൈൻഡ് വാല്യൂ തമ്മിൽ ഉള്ള അത് കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ഇതിലൂടെ നമ്മൾ കണ്ടെത്തുന്ന ഈ വാല്യൂ എന്താണ്, ഒബ്റ്റൈൻഡ് വാല്യൂ ആണ്. സോ വൈ മൈനസ് എ പ്ലസ് ബി എക്സ് ഓൾ സ്ക്വയർ ഈസ് മിനിമത്തിലായിരിക്കണം. സിഗ്മ വൈ മൈനസ് എ പ്ലസ് ബി എക്സ് ഇതെന്ന് പറയുന്നത് ഒബ്റ്റൈൻഡ് വാല്യൂ, വൈ എന്ന് പറയുന്നത് ഗിവൺ വാല്യൂ ആണ്. അപ്പോൾ ഗിവൺ വാല്യൂവിൽ നിന്ന് ഒബ്റ്റൈൻഡ് വാല്യൂ കുറച്ച് അതിൻ്റെ സ്ക്വയർ കണ്ടെത്തി അതിൻ്റെ സിഗ്മ എന്തായിരിക്കും മിനിമം ആയിരിക്കണം എന്നാണ് പറയുന്നത്. വൈ റെപ്രസെൻറ്റിംഗ് ഒബ്സൈഡ് വാല്യൂസ് ഓഫ് വൈ ആൻഡ് എ പ്ലസ് ബി എക്സ് റെപ്രസെൻറ്റിംഗ് ദ വാല്യൂസ് ഓഫ് വൈ ഒബ്റ്റൈൻഡ് ഫ്രം ദ ഇക്വേഷൻ ഒബ്റ്റൈൻഡ് ചെയ്ത വാല്യൂ ആണ്, വൈൻ്റെ വാല്യൂ ആണ് എ പ്ലസ് ബി എക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ കൊടുക്കുമ്പോഴാണല്ലോ വൈക്ക് ആ വാല്യൂ കിട്ടുന്നത്. അപ്ലൈയിങ് ദ മെത്തേഡ് ഓഫ് കാൽക്കുലസ് വി ക്യാൻ മിനിമൈസ് സിഗ്മ വൈ മൈനസ് എ പ്ലസ് ബി എക്സ് സ്ക്വയർ. നമ്മൾ കാൽക്കുലസ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മിനിമൈസ് ചെയ്യാൻ പറ്റും. കോൺസിക്വൻ്റ്ലി വി ക്യാൻ ഗെറ്റ് ദ ഫോളോ ഇക്വേഷൻ കാൾഡ് നോർമൽ ഇക്വേഷൻ. ഇത് നോർമൽ ഇക്വേഷൻ ആണ്. സിഗ്മ വൈ സിക്കൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്. സിഗ്മ വൈ സിക്കൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്. വൈ എന്താണ്,
വൈൻ്റെ സിഗ്മ എടുക്കുകയാണ്. അതെന്ന് പറയുന്നത് എൻ എ എത്ര നമ്പേഴ്സ് ഉണ്ട് അത് ഇൻറ്റു എ പ്ലസ് ബി സിഗ്മ എക്സ്. സിഗ്മ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എക്സും വൈയും ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ എ പ്ലസ് സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇത് സോൾവിങ് 2 ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റേൻ്റെ വാല്യൂ കിട്ടും. ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ബീൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, എക്കണോമെട്രിക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ബീറ്റ എന്ന് പറയും. ബീൻ്റെ വാല്യൂ കിട്ടും. ആ ബീൻ്റെ വാല്യൂ എന്തായിരിക്കും? എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ. ഇതായിരിക്കും ബീൻ്റെ വാല്യൂ കിട്ടും. ഇങ്ങനെ നമുക്ക് ബീൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് വരാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ വൈ സിക്കൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്ത് ഈ എൻ എ എന്ത് ചെയ്ത് മുന്നോട്ട് വരണം. അപ്പോൾ നമുക്ക് എന്താവും? അല്ലെങ്കിൽ എന്ത് ചെയ്യുക? എൻ എ അവിടെ നിർത്തിയിട്ട് ബി സിഗ്മ എക്സ് ഇങ്ങോട്ട് പോയി. അപ്പോൾ എന്താ? സിഗ്മ വൈ മൈനസ് ബി സിഗ്മ എക്സ്. എന്നിട്ട് എൻ എ അവിടെ ഉണ്ട്. ആ എൻ എന്ത് ചെയ്ത് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഇവിടെ എൻ എ എന്നാണ്, ഇൻറ്റു ആണല്ലോ, അത് ഡിനോമിനേറ്ററും. അതാണ് ഈ ഇക്വേഷൻ. എ സിക്കൽ ടു സിഗ്മ വൈ മൈനസ് ബി സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത്. അത് നമ്മൾ വീണ്ടും സോൾവ് ചെയ്യുകയാണെങ്കിൽ സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ബി സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, ഇത് രണ്ടിനും ബാധകം എന്നുള്ള രീതിയിലാക്കി. സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ എന്താണ്? വൈ ബാർ ആയിരിക്കും. വൈ ബാർ എന്ന് പറയുന്നത് എന്താണ്? മീൻ ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഐറ്റം മൈനസ് ബി ഇൻറ്റു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്താണ്? എക്സ് ബാർ. സോ ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ ബിക്കംസ് വൈ സിക്കൽ ടു എ പ്ലസ് ബി എക്സ്. വൈ സിക്കൽ ടു എ പ്ലസ് ബി എക്സ്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ പറയുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, വൈ ബാർ മൈനസ് ബി എക്സ് എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. എ സിക്കൽ ടു വൈ ബാർ മൈനസ് ബി എക്സ്. എ സിക്കൽ ടു വൈ ബാർ മൈനസ് ബി എക്സ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ബി എക്സ് ബാർ വൈ ബാർ മൈനസ് ബി എക്സ് ബാർ ആ എൻ്റെ സ്ഥാനത്തേക്ക് എന്താ? ഈക്വേഷനിൽ എൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തു. വൈ സിക്കൽ ടു വൈ ബാർ മൈനസ് ബി എക്സ് ബാർ പ്ലസ് ബി എക്സ്. അത് നമ്മൾ വീണ്ടും ഇത് ചെയ്യുമ്പോൾ ഈ വൈ ബാർ എന്ത് ഇങ്ങോട്ട് കൊണ്ടുപോയി. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ വൈ മൈനസ് വൈ ബാർ സിക്കൽ ടു ബി ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് ആണല്ലോ എക്സ് ബാർ. അപ്പോൾ ബി ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ മൈനസ് ബി എക്സ് ബാർ ആണല്ലോ. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്താലും ബി എക്സ് പ്ലസ് ബി എക്സ് ബി മൈനസ് എക്സ് ബാർ മൈനസ് ബി എക്സ് ബാർ. അപ്പോൾ ആ രീതിയിലേക്ക് അത് കിട്ടി. അപ്പോൾ ഇവിടെ ബി എന്നുള്ളത് നമ്മൾ റീഡ് ചെയ്യേണ്ടത് ബി വൈ എക്സ് എന്നാണ്. നമ്മൾ ബി വൈ എക്സ് എന്ന് റീഡ് ചെയ്യും. ഇറ്റ് ഈസ് കാൾഡ് റിഗ്രഷൻ കോഫിഷ്യൻ്റ് ഓഫ് വൈ ഓൺ എക്സ്. അതിനെ നമ്മൾ റിഗ്രഷൻ കോഫിഷ്യൻ്റ് ഓഫ് വൈ ഓൺ എക്സ് എന്നാണ് പറയാറുള്ളത്. ഇതെന്താണ്? ദി ഇക്വേഷൻ ബിക്കം ബീൻ്റെ സ്ഥാനത്ത് എന്തിട്ട് ബി വൈ എക്സ് വൈ മൈനസ് വൈ ബാർ സിക്കൽ ടു ബി വൈ എക്സ് എക്സ് മൈനസ് എക്സ് ബാർ. ഈ ഇക്വേഷനെയാണ് എന്ത് പറയുന്നത്? റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സ് രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ട് എക്സ് ഓൺ വൈ. അതിൻ്റെ ഇതുപോലെ കണ്ടെത്തണം. എക്സ് ഓൺ വൈൻ്റെ എന്തായിരിക്കും? ആ സമയത്ത് എന്തായിരിക്കും? എക്സ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈ ഇൻഡിപെൻഡൻറ്റ്. സോ അപ്പോൾ എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ ആയിരിക്കും. നേരത്തെ വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ ആയിരിക്കും. ഇക്വേഷൻ ഓഫ് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ എക്സ് ഓൺ വൈ. ടു ഫൈൻഡ് ദ ബെസ്റ്റ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി അപ്ലൈ ദ മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. എൻ്റെയും ബിൻ്റെയും വാല്യൂ നമ്മൾ കണ്ടെത്താൻ വേണ്ട ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആണ്. മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് പ്രകാരം എ ആൻഡ് ബി ഷുഡ് ബി സോ ചൂസൻ സിഗ്മ എക്സ് മൈനസ് എ പ്ലസ് ബി വൈ ഓൾ സ്ക്വയർ ഈസ് മിനിമം ആയിരിക്കണം. നേരത്തെ പറഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു? നേരത്തെ പറഞ്ഞത് സിഗ്മ എക്സ് മൈനസ് ആയിരുന്നു, അല്ല വൈ മൈനസ് എ പ്ലസ് ബി എക്സ് ഓൾ സ്ക്വയർ ഈസ് മിനിമം ആയിരുന്നു. ഇവിടെ എക്സ് ഓൺ വൈ ആകുമ്പോൾ സിഗ്മ എക്സ് മൈനസ് എ പ്ലസ് ബി വൈ ഓൾ സ്ക്വയർ ഈസ് മിനിമം. എക്സ് റെപ്രസെൻറ്റിംഗ് ഒബ്സേർവ്ഡ് വാല്യൂസ് ഓഫ് എക്സ്. ഇതിൽ എക്സ് എന്ന് പറയുന്നത് ഒബ്സേർവ്ഡ് വാല്യൂ ആണ്. ഇതെന്ന് പറയുന്നത് ഇക്വേഷന് കാൽക്കുലേറ്റ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്ത വാല്യൂ ആണ്. റെപ്രസെൻറ്റിംഗ് വാല്യൂസ് ഓഫ് എക്സ്. ഇവിടെ എക്സ് ആണ് കേട്ടോ. എക്സ് ഫ്രം ദ ഇക്വേഷൻ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ദ മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് മിനിമൈസ് സിഗ്മ എക്സ് മൈനസ് എ പ്ലസ് ബി വൈ സ്ക്വയർ. കോൺസിക്വൻ്റ്ലി വി ഗെറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻ കോൾഡ് നോർമൽ ഇക്വേഷൻ. നമുക്ക് നോർമൽ ഇക്വേഷൻ കിട്ടും. നേരത്തെ നേരെ ഓപ്പോസിറ്റ് ഇക്വേഷൻ ആയിരിക്കും എന്നുള്ളൂ. എക്സിലോർത്ത് വൈ ആയിരിക്കും, വൈയിലോർത്ത് എക്സ് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ വൈ ഓൾ. രണ്ടാമത്തെ ഇക്വേഷൻ സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ വൈ പ്ലസ് ബി സിഗ്മ വൈ സ്ക്വയർ. അത് നമ്മൾ സൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സോൾവിങ് ആ രണ്ട് ഇക്വേഷനും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീൻ്റെ വാല്യൂ കിട്ടും. ബീൻ്റെ വാല്യൂ എന്തായിരിക്കും? എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ എന്നായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അതിലെന്ത് ചെയ്യുക? അതിലേക്ക് പോയി കഴിഞ്ഞാൽ എ സിക്വൽ ടു
സിഗ്മ എക്സ് മൈനസ് ബി സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ എൻ. നമ്മൾ നേരത്തെ എന്തായിരുന്നു, എ സിക്വൽ ടു സിഗ്മ വൈ മൈനസ് ബി സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ആണെങ്കിൽ ഇവിടെ എന്താവും എ സിക്വൽ ടു സിഗ്മ എക്സ് മൈനസ് ബി സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ എൻ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിലേക്ക് സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ മൈനസ് ബി സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്തായിരിക്കും, എക്സ് ബാർ ആവും. സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ എന്തായിരിക്കും, വൈ ബാർ ആവും. അങ്ങനെയാണെങ്കിൽ ദ റിഗ്രഷൻ ഇക്വേഷൻ നമ്മളെ എക്സ് ഓൺ വൈ ബിക്കം എന്തായിരിക്കും, എക്സ് സിക്വൽ ടു എ പ്ലസ് ബി വൈ ആണ്. ആ എൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം, ഈ വാല്യൂ കൊടുക്കുക. ഈ വാല്യൂ കൊടുക്കുമ്പോൾ എക്സ് ബാർ മൈനസ് ബി വൈ ബാർ പ്ലസ് ബി വൈ എന്നായിരിക്കും. ആ ഇക്വേഷൻ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ നമുക്ക് കിട്ടുക എക്സ് മൈനസ് എക്സ് ബാർ സിക്വൽ ടു ബി ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അതിന് ബീനെ നമ്മൾ ബി എക്സ് വൈ എന്ന് റീഡ് ചെയ്യണം. സോ ദ റിഗ്രഷൻ ഇക്വേഷൻ എന്തായിരിക്കും, എക്സ് മൈനസ് എക്സ് ബാർ സിക്വൽ ടു ബി എക്സ് വൈ വൈ മൈനസ് വൈ ബാർ. അപ്പോൾ നമുക്ക് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ കിട്ടി. ഇത് എക്സ് ഓൺ വൈ ആണ്, ഇത് എക്സ് ഓൺ വൈ. ഇനി വൈ ഓൺ എക്സ് എന്ന് പറയുന്നത് വൈ മൈനസ് വൈ ബാർ സിക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇതിൽ ഈ ബി വൈ എക്സും ബി എക്സ് വൈ എന്താണ്, റിഗ്രഷൻ കോഫിഷ്യൻറ്റുകളാണ്. ഓക്കെ, ഇങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് നമ്മൾ വാല്യൂ കൊടുത്ത് സൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.